സമയം 4 മണിയായതോടെ പ്രകാശിൻ്റെ അലാറം അടിച്ചു തുടങ്ങി. അവൻ വേഗം ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്ത് എഴുന്നേറ്റു. അവൻ്റെ അപ്പുറത്ത് തന്നെ അവൻ്റെ ഭാര്യ സുമ കിടക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റതെല്ലാം അവൾ അറിഞ്ഞിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പുതപ്പ് തലയ്ക്ക് മീതെ പുതച്ചുകൊണ്ട് ഒന്ന് കയറിക്കിടന്നു. സുമ സ്കൂൾ ടീച്ചറും പ്രകാശ് പഞ്ചായത്തിലുമാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ 2 പേർക്കും ജോലിക്ക് പോവേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ അവൾ കുറച്ചുകൂടെ നേരം ഉറങ്ങും. പക്ഷേ ഞായറാഴ്ച പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കിടന്ന് ഉറങ്ങാനുള്ളതല്ല. ഇന്നവന് പാലക്കാട് പോവാൻ തയ്യാറാവുകയാണ്. എല്ലാ ഞായറാഴ്ചയും അവൻ പാലക്കാട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു. ഈ ഞായറും നേരത്തെ എഴുന്നേറ്റ് അവൻ പോവാനുള്ള പുറപ്പാടിലാണ്. എറണാകുളം ഫ്ലാറ്റിലാണ് പ്രകാശും സുമയും താമസിക്കുന്നത്. 2 മക്കളുണ്ടവർക്ക്. 2 പേരെയും ബോർഡിങ്ങിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു. അപ്പോഴേക്കും നേരം 5 മണിയോടടുത്തിരുന്നു. പ്രകാശൻ വേഗം ഡ്രസ്സെല്ലാം മാറ്റി. അപ്പോഴും സുമ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവനൊരു ചായ വേണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവളോടത് പറയാൻ അവനൊന്ന് മടിച്ചു. അവൻ വേഗം അവൻ്റെ ബാഗിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം നിറച്ച വലിയൊരു കുപ്പിയും ഒരു സേഫ്റ്റിക്ക് 2 ജോഡി ഡ്രസ്സും പേഴ്സും ഫോണും എടുത്തു വെച്ചു. 6:30-ക്കാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുക. അതിനു മുന്നേ അവിടെ എത്തണം. ഫ്ലാറ്റിൽ നിന്ന് അരമണിക്കൂർ യാത്രയുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. സുമേ, ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞ് പ്രകാശൻ അവളെ വിളിച്ചെങ്കിലും എന്ന് മൂളിക്കൊണ്ട് സുമ തിരിഞ്ഞു കിടന്നു. ഫ്ലാറ്റിൻ്റെ മെയിൻ ഡോർ തുറന്ന് അവൻ പുറത്തിറങ്ങി. പോർച്ചിൽ നിർത്തിയിട്ട അവൻ്റെ ബൈക്കെടുത്ത് അവൻ സ്റ്റാൻഡിലേക്ക് പറപ്പിച്ചു. പുലർച്ചെ സമയമായതുകൊണ്ട് അധികം വാഹനങ്ങളുമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രകാശൻ 6 മണിയോടെ സ്റ്റാൻഡിലെത്തി. ബസ് വരാൻ അരമണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ഇരിപ്പിടത്തിൽ പോയി അവനിരുന്നു. അവൻ്റെ കണ്ണുകൾ അവൻ പതിയെ അടച്ചു. അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പതിയെ അവൻ്റെ ഹൃദയത്തിലേക്ക് രമ കടന്നു വന്നു. അതെ, ഈ യാത്ര അവളെ കാണാനാണ്. പ്രകാശൻ്റെ ആദ്യ ഭാര്യയാണ് രമ. അവളിന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവൾ അവന് നൽകിയ സ്നേഹവും വാത്സല്യവും അവനിൽ ഒരായുഷ്കാലം ഓർത്തിരിക്കാനുള്ള ഓർമ്മകൾ അവൾ സമ്മാനിച്ചിരുന്നു. രമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ പിടയും. അവൾ ഇന്നും തൻ്റെ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് തന്നെ പോലെ ഭാഗ്യവാൻ വേറെ ഉണ്ടാവുമായിരുന്നില്ല. അത്രയും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അവൾ. അവളോടൊപ്പം ജീവിച്ചവന് കൊതി തീർന്നില്ല. അപ്പോഴേക്കും ദൈവം അവളെ തിരികെ വിളിച്ചു. പ്രകാശൻ്റെയും രമയുടെയും അറേഞ്ച് മാരേജ് ആയിരുന്നു. എടി രമേ, നീ എവിടെ പോയി കിടക്കുക? ഒരാവശ്യത്തിന് വിളിച്ച കേൾക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്ന് രമയുടെ അമ്മായി അടുക്കളയിൽ നിന്ന് വിളിച്ചു കൂവി. എന്താ അമ്മായി, എന്നെ വിളിച്ചോ എന്നും പറഞ്ഞ് രമ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. ഓ, തമ്പുരാട്ടിയെ വിളിച്ചോ, എവിടെ പോയി കിടക്കായിരുന്നടി നീ എന്നും പറഞ്ഞ് അവളുടെ അമ്മായി അവൾക്ക് നേരെ ചേറി. അതമ്മായി, ഞാൻ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോയതാ. ആ ചാവാൻ കിടക്കുന്ന നിൻ്റെ തള്ളയ്ക്ക് മരുന്ന് കൊടുത്തില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ ഉച്ചയാവുന്നതിന് മുന്നേ ചോറും കറിയുമായില്ല എങ്കിൽ നിൻ്റെ കാരണം ഞാൻ പുകയ്ക്കും എന്നും പറഞ്ഞ് അവർ കലിതുള്ളി അടുക്കളയിൽ നിന്ന് പോയി. എന്നും ഇതുപോലുള്ള അമ്മായിയുടെ സ്ഥിരം പ്രവർത്തികളും വാക്കുകളും അവൾക്ക് സുപരിചിതമായതുകൊണ്ട് തന്നെ അധികം സങ്കടം അവൾക്കിപ്പോൾ വരാറില്ല. എല്ലാം സഹിക്കാനും പൊറുക്കാനും അവൾ പഠിച്ചിരുന്നു. അവൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരണപ്പെടുന്നത്. അവളുടെ അച്ഛൻ്റെ മരണശേഷം അവളുടെ അമ്മ ശരീരം കുഴഞ്ഞ് കിടപ്പിലായി. അന്നു മുതൽ അവളുടെ അമ്മയുടെ ഏട്ടൻ്റെ വീട്ടിലാണ് അവർ താമസിച്ചു വരുന്നത്. അവളുടെ അമ്മാവന് അവളെയും അവളുടെ അമ്മയെയും വലിയ കാര്യമാണ്. പക്ഷേ അമ്മായിക്ക് അവരെ തീരെ ഇഷ്ടമായിരുന്നില്ല. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവളെങ്കിലും അവളെ തുടർന്ന് പഠിപ്പിക്കാൻ അമ്മായി സമ്മതിച്ചില്ല. അവരുടെ മകളും രമയും 1 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രമയുടെ അത്രയൊന്നും അവരുടെ മകൾ പഠിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രമയെ കൂടുതൽ പഠിപ്പിച്ചാൽ അത് അവരുടെ മകളുടെ അഭിമാനത്തെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയ അവളുടെ അമ്മായി അവളുടെ പഠിപ്പ് ഇല്ലാതാക്കി. അതിൽ അവളുടെ അമ്മാവന് സങ്കടമുണ്ടായിരുന്നുവെങ്കിലും മറുത്ത് ഒരക്ഷരം പറയാനുള്ള അവകാശം അയാൾക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അവളുടെ വിദ്യാഭ്യാസ യോഗ്യത വെറും 10ാം ക്ലാസ് മാത്രമായിരുന്നു. ഒരുവിധം അവൾ പഠിക്കാൻ പോവാത്തത് നന്നായി എന്നവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. അവൾ പഠിക്കാൻ പോയിരുന്നുവെങ്കിൽ തൻ്റെ അമ്മയെ അമ്മായി ഒരിക്കലും ഭക്ഷണവും മരുന്നും കൊടുത്ത് നോക്കുമായിരുന്നില്ല. ഇതിപ്പോൾ തനിക്ക് തൻ്റെ അമ്മയെ നല്ല പോലെ നോക്കാൻ പറ്റിയല്ലോ എന്നാലോചിക്കുമ്പോൾ അവൾക്ക് അതിൽ സന്തോഷം തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം അവളുടെ അമ്മ മരണപ്പെടുന്നത്. അതവളെ വല്ലാതെ തളർത്തി. അമ്മയുടെ മരണശേഷം അമ്മായിയുടെ ഉപദ്രവവും ശകാരവും കൂടിത്തുടങ്ങി. അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായി തുടങ്ങിയിരുന്നു അമ്മായിയുടെ ഉപദ്രവം. അത് മനസ്സിലാക്കിയ അമ്മാവൻ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾക്ക് കല്യാണ ആലോചനകൾ നടത്താൻ തുടങ്ങി. നല്ല നല്ല ജോലിയുള്ള ആളുകൾ വന്നാൽ അവരെയെല്ലാം അവളുടെ അമ്മായി അതും ഇതും പറഞ്ഞ് മുടക്കി അയക്കും. ദേ മനുഷ്യ, നിങ്ങളെ അവൾക്ക് നല്ല ജോലിയും സമ്പത്തുള്ള വീട്ടിൽ നിന്ന് ആലോചനകൾ കൊണ്ടുവരണ്ട. അങ്ങനെയുള്ളവർക്കെല്ലാം നല്ല പോലെ പൊന്നും പണവും വേണ്ടിവരും. അതുകൊണ്ട് വല്ല കൂലിപ്പണിക്കാരനെയും കിട്ടുമോ എന്ന് നോക്ക് എന്നും പറഞ്ഞ് അമ്മായി അമ്മാവനോട് തുള്ളിച്ചാടി. അങ്ങനെയാണ് പ്രകാശൻ്റെ ആലോചന രമയ്ക്ക് വരുന്നത്. അന്നവൻ വെറും കൂലിപ്പണിക്കാരനായിരുന്നു. മാത്രവുമല്ല, ഇന്ന് കാണുന്ന സ്വത്തും സമ്പാദ്യവും അന്ന് അവനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബ്രോക്കർ മുഖേന അവൻ അവളെ കാണാനെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് അവളെ വളരെ ഇഷ്ടമായി. അന്ന് കണ്ട അവനെ അവൾ പിന്നീട് കാണുന്നത് മണ്ഡപത്തിൽ വെച്ചായിരുന്നു. ചെറിയൊരു കല്യാണമായിരുന്നു അവരുടേത്. പ്രകാശൻ്റെയും രമയുടെയും വേണ്ടപ്പെട്ട വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമായിരുന്നു അവരുടെ വിവാഹത്തിനുണ്ടായിരുന്നത്. ചോറും 3 വിധം കറികളും അടങ്ങുന്ന ഒരു ചെറിയ സദ്യ, ചെറിയ രീതിയിൽ കെട്ടിയ പന്തൽ എന്നിവയായിരുന്നു അവരുടെ കല്യാണ ഒരുക്കങ്ങൾ. അന്ന് രാത്രി സെറ്റുമുണ്ടെടുത്ത് അവൾ മണിയറയിൽ കയറി. ജീവിതത്തിലെ ഒരു വലിയ തുടക്കം. നല്ല വ്യക്തിയെയാണോ തനിക്ക് ലഭിച്ചത് എന്നോർത്തുള്ള ആവലാതി വേണ്ടുവോളം രമയ്ക്കുണ്ടായിരുന്നുവെങ്കിലും അവളതെല്ലാം മനസ്സിലൊളിപ്പിച്ച് പുറമെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം പ്രകാശനും റൂമിലേക്ക് വന്നു. അവനെ കണ്ടതും അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഇരിക്കടോ എന്നവൻ രമയോട് പറഞ്ഞു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഏയ് അത് വേണ്ട, താൻ ഇരിക്കേ എന്നും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് കട്ടിലിലിരുത്തി. അവളുടെ തൊട്ടപ്പുറത്തായി അവനുമിരുന്നു. എന്തു പറഞ്ഞു തുടങ്ങണം എന്നവൻ ആലോചിച്ചു. പെട്ടെന്ന് രമ ഒരു കൂറയെ കണ്ട് ഭയന്നലറി വിളിച്ച് അവൻ്റെ ചാരത്തേക്ക് നിന്നു. ഒരു കൊച്ചുകുട്ടിയെ സമാധാനിപ്പിക്കുന്നത് പോലെ അവൻ അവളെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. നേരം 2 മണിയായപ്പോഴാണ് അവർ കിടന്നത്. 4 മണിയോടെ രമ എഴുന്നേറ്റ് കുളിച്ച് അവന് ഒരു ഗ്ലാസ് ചായയുമായി റൂമിലേക്ക് വന്നു. പ്രകാശേട്ടാ, അവൾ അവനെ തട്ടി വിളിച്ചു. അവൻ കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് എഴുന്നേറ്റു. അവന് നേരെ അവൾ ചായ നീട്ടി. അവൻ അത് വാങ്ങിക്കുടിച്ചു. അവന് ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ അടുക്കള ലക്ഷ്യമിട്ട് നടന്നു. പ്രകാശന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എന്ന് വെച്ചാൽ അവൻ്റെ ജീവനായിരുന്നു. അധികം സമയമെടുക്കാതെ അമ്മയും രമയും നല്ല കൂട്ടായി. അവരെവിടെ പോവുകയാണെങ്കിലും അമ്മയെയും കൂട്ടും. അങ്ങനെ അവരുടെ വീട് ഒരു കൊച്ചു സ്വർഗത്തിന് തുല്യമായി മാറി. ഒരു ദിവസം അമ്മയും പ്രകാശനും രമയും കൂടെ ചന്തയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി. അവിടെ സാധനങ്ങൾ വാങ്ങുന്നതിനിടയിലാണ് പ്രകാശൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരനെ കാണുന്നത്. എടാ പ്രകാശ എന്നും വിളിച്ച് കൂട്ടുകാരൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. പറയടാ, എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നും പറഞ്ഞ് പ്രകാശൻ അവൻ്റെ തോളിൽ കൈയിട്ടു. കുറച്ചധികം നേരം അവർ സംസാരിച്ചു. രമയും അമ്മയും പ്രകാശന് വേണ്ടി കാത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടാ, നീ എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നവൻ്റെ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ഞാൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത് എന്നവൻ ഉത്തരം പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ കൂട്ടുകാരൻ അവനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് കൂലിപ്പണിയോ? നീ പഠിക്കാൻ മിടുമിടുക്കനായിരുന്നല്ലോ, എന്നിട്ടെന്തു പറ്റി എന്നവൻ ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് രമ കാണുന്നുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കേൾക്കാൻ അവളും കാതോർത്തു. എങ്കിൽ ശരിയടാ എന്നും പറഞ്ഞ് അവന് കയ്യും കൊടുത്ത് പ്രകാശൻ മുന്നോട്ട് നടന്നു. അവൻ്റെ കൂടെ അവൻ്റെ അമ്മയും കണ്ണുകൾ തുടച്ച് മുന്നോട്ട് പോയി. ഒന്നും മനസ്സിലാവാതെ രമയും അവരുടെ കൂടെ നടന്നു. വീട്ടിലെത്തിയിട്ടും പ്രകാശനും അമ്മയും വിഷമത്തിൽ തന്നെയായിരുന്നു.
അവൾ അവരോടൊന്നും ചോദിക്കാനും പോയില്ല. 2 ദിവസം കഴിഞ്ഞ് പ്രകാശൻ പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ പണിയിലായിരുന്ന രമയോട് അവൻ്റെ അമ്മ അതിൻ്റെ കാരണം വിശദീകരിക്കാൻ തുടങ്ങി. പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ. പക്ഷേ എൻ്റെ കുട്ടിക്ക് ഭാഗ്യമില്ല. അവൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ ജോലിക്ക് പോകുന്നത് കാണുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വിങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവൻ ഉള്ളിൽ ഒതുക്കി കഴിയാണ്. അവൻ്റെ അച്ഛൻ അവൻ +2 പഠിക്കുന്ന സമയത്ത് തെങ്ങിൽ നിന്ന് വീണ് മരണപ്പെട്ടു. പിന്നീട് എൻ്റെ കുട്ടി എന്നെ നോക്കാൻ വേണ്ടി കൂലിപ്പണിക്കിറങ്ങി. അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി. എൻ്റെ കുട്ടിക്ക് +2 ഫുൾ A+ ആയിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. എനിക്കന്ന് എൻ്റെ വയറ്റിൽ ഒരു മുഴ ഉള്ളത് കൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവന് പണിക്കിറങ്ങാൻ അനുവദിക്കാതെ പഠിപ്പിച്ചേനെ എന്നും പറഞ്ഞ് അവർ കണ്ണിലെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവൾക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അന്ന് പണി കഴിഞ്ഞ് പ്രകാശൻ വീട്ടിലെത്തി. എല്ലാ ജോലികളും കഴിഞ്ഞ് മേൽ കഴുകി രമ റൂമിലേക്ക് വന്നു. അവൻ അവളെ കാത്തിരിക്കുകയായിരുന്നു. ഏട്ടാ, എന്തെങ്കിലും വേണോ എന്നവൾ അവനോട് ചോദിച്ചു. ഒന്നും വേണ്ടടോ, നീ ഇനി കുറച്ചു നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് അവൻ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അവനിൽ നിന്ന് കുതറി മാറിക്കൊണ്ട് ചോദിച്ചു, ഏട്ടാ. പ്രകാശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? ഓ, എന്താടോ, പറ, കേൾക്കട്ടെ. ഏട്ടന് ഇനിയും പഠിച്ചൂടെ? PSC എഴുതി നോക്കിക്കൂടെ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിനുള്ള കാലെല്ലാം കഴിഞ്ഞു. എനിക്ക് അതിനുള്ള യോഗം കാണില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഇനിയും നടക്കും. ഏട്ടൻ മനസ്സ് വെച്ചാൽ. ഏട്ടന് വീട്ടിലിരുന്ന് ഡിഗ്രി പഠിച്ചൂടെ? എന്നിട്ട് PSC എഴുതി നോക്കാം. പ്രായാകെ എൻ്റെ ഏട്ടന് 27 ആയിട്ടുള്ളൂ. അവൻ അവൾക്ക് നേരെ നിന്നുകൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വിവാഹത്തിന് മുന്നേ വീട്ടിലിരുന്ന് ആരും അറിയാതെ ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുണ്ട്. ഇതുവരെ ആ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ഈ കാര്യം അമ്മ അറിഞ്ഞാൽ പിന്നെ എന്നെ പഠിക്കാൻ നിർബന്ധിക്കും. എൻ്റെ പഠനം, വീട്ടിലെ ചിലവ് എല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങിയ അമ്മയ്ക്ക് വേണ്ടതൊന്നും എന്നോട് പറയാതെ കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. അതവൻ പറഞ്ഞപ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് അവളുടെ കൈകൾ എടുത്തുകൊണ്ട് അവൾ അലമാരയുടെ അടുത്തേക്ക് ചെന്ന് അതിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്തു. പെട്ടി തുറന്ന് അവൾ അതിൽ നിന്ന് അവളുടെ സ്വർണത്തിൻ്റെ മാലയെടുത്ത് അവന് നേരെ അത് വെച്ച് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മാവൻ അമ്മായി കാണാതെ കല്യാണത്തിൻ്റെ തലേ ദിവസം എനിക്ക് തന്ന മാലയാണിത്. ഒരു 4 പവൻ കാണും. ഇത് വിറ്റ് ഏട്ടൻ പഠിക്കണം. എന്നിട്ട് ഏട്ടൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഗവൺമെൻറ് ജോലി മേടിക്കണം. നീ എന്തൊക്കെയായി പറയുന്നത് രമ? അതൊന്നും വേണ്ട. നിനക്കാകെയുള്ള മുതലാണത്. അതൊരിക്കലും നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നവളെ എതിർത്തുകൊണ്ട് പ്രകാശൻ പറഞ്ഞു. നശിപ്പിക്കണം എന്നല്ല പ്രകാശേട്ടാ ഞാൻ പറയുന്നത്. ഏട്ടൻ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് എനിക്കിതിനേക്കാൾ കൂടുതൽ ആഭരണങ്ങൾ വാങ്ങിത്തന്നാൽ മതി എന്നവൾ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അങ്ങനെ പ്രകാശൻ അവളുടെ മാല മനസ്സില്ലാ മനസ്സോടെ കൊണ്ട് വിറ്റു. 2 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടി. 4-5 മാസം അവൻ പണിക്ക് പോവാതെ PSC കോച്ചിങ്ങിന് ചേർന്നു. രാവും പകലും അവൻ കഷ്ടപ്പെടാൻ തുടങ്ങി. രാവിലെ 2 മണിയാവാൻ നേരം അവന് എഴുന്നേൽക്കും, കൂടെ രമയും. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും രമ ഭംഗിയോടെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. രമയും അമ്മയും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ചു. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും രമ ഭംഗിയോടെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. രമയും അമ്മയും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ചു. പക്ഷേ ഇതൊന്നും തന്നെ അവനെ അവർ അറിയിച്ചില്ല. ആ 4-5 മാസം രമയും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ആ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം റിസൾട്ടിൽ ഉണ്ടാവുമെന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവൻ പഠിക്കാനിരിക്കുന്ന സമയത്ത്
രമ അവന് ഭക്ഷണം വാരിക്കൊടുക്കും. അവന് വേണ്ട സ്നേഹവും പരിചരണവും അവൾ വേണ്ടുവോളം കൊടുത്തു. ജീവിതത്തിൽ വിജയിക്കണമെന്നും നല്ലൊരു ജോലി വാങ്ങണമെന്നും പ്രകാശിൻ്റെ മനസ്സിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. PSC പരീക്ഷ എഴുതാനുള്ള ഡേറ്റ് വന്നു. അവൻ പോയി പരീക്ഷ എഴുതി. രമയും അമ്മയും അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാത്ത അമ്പലങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒടുക്കം അവൻ്റെ റിസൾട്ട് വന്നു. അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന പോലെ തന്നെ അവനൊരു സർക്കാർ ജോലിക്കാരനായി. പിന്നീട് അങ്ങോട്ട് അവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കൂടുതൽ മനോഹരമായി പോയി. അവന് കിട്ടിയ ആദ്യ ശമ്പളം കൊണ്ട് അവൻ വിറ്റമാല അവൾക്ക് വാങ്ങിക്കൊടുത്തു. പതിയെ പതിയെ അവരുടെ വീടെല്ലാം അവൻ മെച്ചപ്പെടുത്തിയെടുക്കാൻ തുടങ്ങി. അവരുടെ ആ കൊച്ചു സ്വർഗത്തിലെ സന്തോഷം ഇരട്ടിയാവാൻ തുടങ്ങി. അവൻ്റെ ഭാഗ്യത്തിന് അവന് വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്തിൽ തന്നെയായിരുന്നു ജോലി കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്നും രമ ഉച്ചത്തേക്ക് അവനുള്ള ഭക്ഷണവുമായി പഞ്ചായത്തിലേക്ക് പോവും. അവനും അത് തന്നെയായിരുന്നു ഇഷ്ടം. അവളോടൊത്ത് കഴിക്കാമല്ലോ എന്നായിരുന്നു അവൻ്റെ സന്തോഷം. നാളുകൾ നീളെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവൻ്റെ അമ്മയും അവൻ്റെ കുറച്ച് നാട്ടുകാരും കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, ഇനി കുഞ്ഞുങ്ങളൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു എന്നവർ രണ്ടുപേരും മനസ്സിലാക്കി. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ജൂനിയറിനെ കൂടെ സ്വാഗതം ചെയ്യാൻ അവർ രണ്ടുപേരും തീരുമാനിച്ചു. അങ്ങനെ സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ട്രാജഡി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പതിവ് പോലെ അവനുള്ള ഭക്ഷണവുമായി അവൾ പഞ്ചായത്തിലേക്ക് പോയി. അവനുള്ള ഭക്ഷണം കൊടുത്ത് മടങ്ങുമ്പോൾ അവളുടെ പിറകിൽ നിന്ന് ഒരു ലോറി വന്നിടിച്ചു. തൽക്ഷണം അവൾ മരണപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ പ്രകാശ് ഓടി സംഭവം നടന്ന സ്ഥലത്തെത്തി. അയ്യോ, എൻ്റെ രമ എന്നും പറഞ്ഞ് അവൻ അവളെ വാരിയെടുത്തു. രമ മോളെ, കണ്ണു തുറക്ക് എന്നു പറഞ്ഞ് അവൻ അവളെ തട്ടി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ പിന്നീട് ഒരിക്കലും അവനെ കാണാനായി അവളുടെ കണ്ണുകൾ തുറന്നില്ല. പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അവളെ വെള്ളത്തുണിയിൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവളുടെ ചാരത്ത് ഒരു തുള്ളി കണ്ണുനീർ പൊയ്ക്കാൻ പോലും കഴിയാതെയിരുന്നു. എല്ലാ സന്തോഷങ്ങളും അവനിൽ നിന്ന് പറന്ന് അകലുന്നതുപോലെ അവന് തോന്നി. അവളെ അടക്കം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അവൻ അവളുടെ ജീവനില്ലാത്ത ശരീരത്തെ ഒന്ന് മുറുകെ കെട്ടിപ്പുണർന്നു. ഇനി ഒരിക്കലും അവൾ അവനോട് ചേർത്ത് നിർത്താനാവില്ല എന്നവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെ കുറച്ചധികം നേരം അവൻ അങ്ങനെ കെട്ടിപ്പുണർന്നുകൊണ്ടിരുന്നു. അവിടെ കൂടിയവരെല്ലാം അത് കണ്ട് കണ്ണീർ പൊഴിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ വന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് അവനെ അടർത്തി മാറ്റി. കാലങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. അവളെ ഓർത്ത് മാത്രം കഴിയുന്ന അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ അവൻ്റെ അമ്മ ശ്രമം തുടങ്ങി. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളല്ലാതെ മറ്റൊരു പെണ്ണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോണില്ല. എല്ലാം അറിയാവുന്ന അമ്മ തന്നെ എന്തിനാ എന്നെങ്ങനെ ക്രൂശിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. മോനെ, എല്ലാം വിധിയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിനക്ക് ഒരു ജീവിതം വേണ്ടേ? വേണ്ട, എനിക്കിനിയൊരു പുതിയ ജീവിതം. അവളെ ഓർത്ത് എൻ്റെ ജീവിതകാലം മുഴുക്കെ ഞാൻ കഴിഞ്ഞോളാം എന്നും പറഞ്ഞ് അവൻ അവൻ്റെ അമ്മയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് നിന്നു. എൻ്റെ കാലം ഇവിടെ കഴിയാറായി. എനിക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാൻ ആഗ്രഹമുണ്ടടാ. എൻ്റെ ഈ ആഗ്രഹം പറയാൻ വേറെ മക്കളൊന്നും എനിക്കില്ലല്ലോ എന്നും പറഞ്ഞ് അവർ കണ്ണു തുടച്ച് അകത്തേക്ക് പോയി. അവരുടെ ആ പറച്ചിൽ അവൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. അവർക്ക് വേണ്ടി അവൻ മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളി. അങ്ങനെ അവൻ്റെ അമ്മ അവനുള്ള ആലോചനകൾ തുടങ്ങി. ആദ്യത്തെ വിവാഹം ആലോചിച്ചപ്പോൾ അവൻ്റെ കൂലിപ്പണി കാരണം നല്ല വീട്ടിൽ നിന്നൊന്നും അവന് പെണ്ണ് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവന് വലിയ വലിയ വീട്ടിൽ നിന്നാണ് ആലോചനകൾ വരുന്നത്. അവനിന്ന് നല്ല ജോലിയും കാറും വീടും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവൻ ആലോചനകൾക്ക്
ഒരു പഞ്ചവും ഉണ്ടായില്ല. അങ്ങനെയാണ് ഒരു ബ്രോക്കർ മുഖാന്തരം സുമയുടെ ആലോചന അവന് വരുന്നത്. അവളുടെ ആദ്യ വിവാഹം ഒരു പരാജയമായിരുന്നു. പ്രകാശൻ്റെ അമ്മ ഈ വിവാഹം ഉറപ്പിച്ചു. അങ്ങനെ ആരവങ്ങളും ആർഭാടങ്ങളുമില്ലാതെ അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. വിവാഹം കഴിഞ്ഞ ആ ദിവസം തന്നെ അവൻ അവളെ നല്ല പോലെ മനസ്സിലായിരുന്നു. പ്രകാശ് എന്ന വിളിയും അവളുടെ ഡ്രസ്സിംഗ് രീതിയും എല്ലാം അവനെ മടുപ്പിച്ചിരുന്നുവെങ്കിലും അവനൊന്നും പറയാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വരുന്നത്. അങ്ങനെ അവൻ അവിടേക്ക് പോവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പ്രകാശ്, ഞാനും വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്നാൽ എനിക്കും അവിടെ ഒരു ജോബ് നോക്കാലോ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അതിനെന്താ, ഞാനേ നിങ്ങളുടെ ഭാര്യയാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ പോകുമ്പോൾ കൂടെ കൂട്ടിയേ പറ്റൂ. അമ്മ ഇവിടെ നിന്നോളും. പിന്നെ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ കുഗ്രാമത്ത് നിന്നാൽ സാധിക്കില്ല. എറണാകുളം പോലത്തെ സിറ്റിയിലൊക്കെ അതിനുള്ള അവസരങ്ങൾ ഒരുപാട് കാണും എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നുപോയി. അതെല്ലാം കേട്ടുനിന്ന അവൻ്റെ അമ്മ അവളെയും കൂട്ടാൻ അവനോട് ആവശ്യപ്പെട്ടു. മനസ്സിന് ഒരു വിധത്തിലും അത് സമ്മതിക്കാൻ തോന്നിയില്ല എങ്കിലും അവൻ അവളെയും അങ്ങോട്ട് കൊണ്ടുപോയി. അവർ രണ്ടുപേരും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു. കാലം വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. അവന് സുമയുമായി ഒരു വിധത്തിലും താല്പര്യമില്ലെങ്കിലും അവൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. സുമയിൽ അവനൊരു പെൺകുഞ്ഞ് പിറന്നു. രമ എന്ന് പേരിടാനായിരുന്നു അവൻ ആഗ്രഹമെങ്കിലും സുമ അതിന് സമ്മതിച്ചില്ല. കുഞ്ഞ് പിറന്ന സന്തോഷത്തിൽ അവരുടെ അടുത്ത് നിൽക്കാൻ അവൻ്റെ അമ്മ വന്നത് സുമയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതവളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ പാലക്കാട്ടിലേക്ക് തന്നെ തിരികെ പോയി. രമയെപ്പോലെ ആയിരുന്നില്ല സുമ. അവൾ ജീവിതത്തിലുണ്ടായിരുന്ന സമയത്ത് സന്തോഷവും സമാധാനവും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്നവന് അതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. രമയെ അവന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രകാശിനെ മനസ്സിലാക്കാനോ അവനെ സ്നേഹിക്കാനോ ഒരിക്കൽ പോലും സുമ ശ്രമിച്ചിരുന്നില്ല. രമയ്ക്കും പ്രകാശിനും വീണ്ടും കുഞ്ഞു പിറന്നു. ഒരാൺകുഞ്ഞായിരുന്നു. അവൻ ആ നിമിഷം വല്ലാതെ സന്തോഷിച്ചു. അങ്ങനെയിരിക്കെയാണ് അവൻ്റെ അമ്മ മരണപ്പെടുന്നത്. അമ്മയുടെ വേർപാട് പ്രകാശനെ വല്ലാതെ ബാധിച്ചു. കുറച്ചു നാളെടുത്തു അതിൽ നിന്നെല്ലാം അവൻ മോക്ഷപ്പെട്ട് വരാൻ വേണ്ടി. ആ സമയം രമ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ സ്നേഹവും പരിചരണവും നൽകിക്കൊണ്ട് അവൻ്റെ കൂടെ അവൾ നിന്നേനെ. പക്ഷേ സുമ അവനെ ഒന്നും സ്നേഹത്തോടെ നോക്കിയതുപോലുമില്ല. ഒരിക്കൽ കൂടെ രമയോടൊപ്പം ജീവിക്കാൻ ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളില്ല. വർഷങ്ങൾ ഇത്രയായിട്ടും അവളെ മറക്കാൻ അവനായില്ല. സന്തോഷവും സമാധാനവുമില്ലാതെ മറ്റാരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. പാലക്കാടുള്ള അവരുടെ വീട് അവൻ പൂട്ടിയിട്ടു. അമ്മയുടെയും രമയുടെയും ഓർമ്മകൾ അവനെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ചയും അവൻ മുടങ്ങാതെ പാലക്കാട് പോയി വീടൊക്കെ വൃത്തിയാക്കും. രമയെയും അവൻ്റെ അമ്മയെയും അവരുടെ വീട്ടുവളപ്പിൽ തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. അതുകൊണ്ട് കുറച്ചധികം നേരം അവരോട് വർത്തമാനം പറഞ്ഞ് അവൻ അവിടെ ഇരിക്കും. അതായിരുന്നു അവനുള്ള ഏക ആശ്വാസം. ആളുകളുടെ ശബ്ദം കേട്ട് പ്രകാശൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അവന് പോവാനുള്ള ബസ് വന്നിരുന്നു. അവൻ വേഗം അതിൽ കയറിയിരുന്നു. വിൻഡോ സീറ്റായിരുന്നു അവന് കിട്ടിയത്. പുറമേയുള്ള കാഴ്ചകളെല്ലാം അവൻ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. ഓരോ തവണ വരുമ്പോഴും പാലക്കാടിന് ഭംഗി കൂടുന്നത് പോലെ അവന് തോന്നി. ഒടുവിൽ അവൻ അവൻ്റെ വീട്ടിലെത്തി. വല്ലാതെ പൊടികളൊന്നുമില്ലെങ്കിലും അവൻ എല്ലായിടവും നല്ലപോലെ വൃത്തിയാക്കിയിട്ടു. അവൻ അവരുടെ റൂമിലേക്ക് ചെന്നു. അവളുടെ സാന്നിധ്യം അവൻ അവിടെ അനുഭവപ്പെട്ടു. ശേഷം അവൻ അമ്മയെയും രമയെയും അടക്കം ചെയ്തിടത്തേക്ക് പോയി. രമ, നീ ഇല്ലാതെ മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല. നിന്റെ സാമീപ്യം ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെയും എന്നെയും എന്തിന് ദൈവം രണ്ടിടത്താക്കി എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ സ്നേഹം കണ്ട് ദൈവം പോലും അസൂയപ്പെട്ടിരിക്കാം. നിന്റെ അരികിലേക്ക് എനിക്ക് ഓടി വരണമെന്നുണ്ട് രമ. പക്ഷേ ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കുന്നില്ല. സ്വയം അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ
എനിക്ക് 2 മക്കളായില്ലേ, അതുകൊണ്ട് അതിനും വയ്യ എന്നൊക്കെ അവളോടവൻ പരിഭവം പറഞ്ഞു. എപ്പോൾ വരുമ്പോഴും അവളോട് പരിഭവവും പരാതിയും വാ തോരാതെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാത്തിരിക്കുകയാണ് നിന്റെ അരികിലേക്കുള്ള ആ യാത്രയ്ക്കു വേണ്ടി എന്നവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരിളങ്കാറ്റ് അവനെ വന്ന് കെട്ടിപ്പുണർന്നു. അതെ, അത് രമയാവാം. അവളും അവൻ്റെ സാമീപ്യവും സ്നേഹവും അവിടെ ഇരുന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലരുടെ വേർപാട് അങ്ങനെയാണ്. എത്ര ശ്രമിച്ചാലും അത് മറക്കാൻ കഴിയില്ല. മറക്കാൻ ശ്രമിക്കുന്തോറും അത് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നഷ്ടപ്പെട്ടവരുടെ നഷ്ടം അത് നഷ്ടം തന്നെയാണ്. അവർക്ക് പകരമാവാൻ ചിലപ്പോൾ മറ്റാർക്കും സാധിച്ചെന്ന് വരില്ല. അവർ നമുക്ക് നൽകിയ പരിഗണനയും സ്നേഹവും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചോണം എന്നില്ല.